കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം. ഇന്ന് നമുക്ക് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 അർജുന വിഷാദയോഗത്തിലെ ശ്ലോകം 38 മുതൽ മലയാളത്തിലുള്ള ആഖ്യാനം കേൾക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ശ്ലോകം 37 വരെയാണ് പറഞ്ഞു നിർത്തിയത്. എന്നുവെച്ചാൽ സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് യുദ്ധഭൂമിയിൽ അർജുനൻ എതിർ സൈന്യത്തിൽ ബന്ധുമിത്രാദികളെ കണ്ട് അതിവിഷണ്ണനായി ശ്രീകൃഷ്ണ ഭഗവാനോട് ചെയ്യുന്നതിലെ തെറ്റുകളെക്കുറിച്ച് ആവലാതി പറയുന്നതാണ് വിവരിക്കുന്നത്. ബന്ധുക്കളോട് യുദ്ധം ചെയ്ത് എന്തു നേടാനാണ് എന്നും പാപം മാത്രമേ ദുഷ്ടന്മാരോടാണെങ്കിൽ പോലും യുദ്ധം ചെയ്യുന്നതിൽ പാപം മാത്രമേ തിരിച്ചു കിട്ടൂ എന്നും അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞ് വിലപിക്കുന്നതാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ശ്ലോകം 38. യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം. യദ്യപ്യേതേന പശ്യന്തി യദി ന പശ്യന്തി അപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നില്ലെങ്കിലും, ഏതേ ഇവർ എന്ന് പറയുന്നത് ദുര്യോധനൻ തുടങ്ങിയവർ, ലോഭോപഹത ചേതസഃ എന്ന് പറഞ്ഞാൽ ലോഭം എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം നിമിത്തം വിവേകം നശിച്ചവരായ, കുലക്ഷയകൃതം ദോഷം എന്ന് പറഞ്ഞാൽ കുലക്ഷയം കൊണ്ടുണ്ടാവാൻ പോകുന്ന ദോഷത്തെയും, മിത്രദ്രോഹേ ച പാതകം മിത്രദ്രോഹത്തിൽ നിന്ന് സംഭവിക്കാൻ പോകുന്ന, ച പാതകം ച എന്നാണ് പറയുന്നത് പാപത്തെയും. അതിൻ്റെ അർത്ഥം ശ്ലോകം മുഴുവൻ പറയുകയാണെങ്കിൽ, ലോഭം നിമിത്തം അതായത് അത്യാഗ്രഹം നിമിത്തം വിവേകം നശിച്ചവരായ ഇവർ, അതായത് ദുര്യോധനാദികൾ, കുലക്ഷയം കൊണ്ടുണ്ടാവാൻ പോകുന്ന ദോഷത്തെയും മിത്രദ്രോഹത്തിൽ നിന്ന് സംഭവിക്കാൻ പോകുന്ന പാപത്തെയും കാണുന്നില്ലെങ്കിലും, അത്രേ പറയുന്നുള്ളൂ ആ ശ്ലോകം. ഇനി ശ്ലോകം 39. കഥം ന ജ്ഞേയമസ്മാഭിഃ പാപാദസ്മാ നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന. കഥം ന ജ്ഞേയമസ്മാഭിഃ. കഥം ന ജ്ഞേയം എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയപ്പെടാതിരിക്കും, അതായത് ദോഷത്തെ അറിയുന്ന നമ്മൾ ഈ പാപത്തിൽ നിന്ന് പിന്മാറാതിരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നതാണ്. കഥം ന ജ്ഞേയമസ്മാഭിഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപാദസ്മാ നിവർത്തിതും, അസ്മാത് പാപാത് എന്ന് പറയാം. അതായത് ഈ പാപത്തിൽ നിന്ന്, അസ്മാഭി ഞങ്ങളാൽ, നിവർത്തിതും പിന്മടങ്ങുവാൻ, കുലക്ഷയകൃതം ദോഷം കുലക്ഷയം മൂലം സംഭവിക്കാൻ പോകുന്ന ദോഷത്തെ ആണ് കുലക്ഷയകൃതം ദോഷം. പ്രപശ്യദ്ഭിർജനാർദ്ദന എന്ന് പറഞ്ഞാൽ ജനാർദ്ദന ഭഗവാനെ ജനാർദ്ദന. പ്രപശ്യദ്ഭിഹി എന്ന് പറഞ്ഞാൽ കാണുന്നവരായ എന്നാണ് പറയുന്നത്. അപ്പം ശ്ലോകം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാനെ ജനാർദ്ദന, കുലക്ഷയം മൂലം സംഭവിക്കാൻ പോകുന്ന ദോഷത്തെ കാണുന്നവരായ ഞങ്ങളാൽ ഈ പാപത്തിൽ നിന്ന് പിന്മടങ്ങുവാൻ എങ്ങനെ അറിയപ്പെടാതിരിക്കും, അതായത് ദോഷത്തെ അറിയുന്ന ഞങ്ങൾ ഈ പാപത്തിൽ നിന്ന് പിന്മാറാതിരിക്കുന്നത് ശരിയാണോ എന്ന് ഭഗവാനോട് ചോദിക്കുകയാണ്. ശ്ലോകം 40. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാഃ സനാതനഃ ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണ അധർമ്മോ വിഭവത്യുത. കുലക്ഷയേ പ്രണശ്യന്തി, കുലക്ഷയേ കുലം ക്ഷയിച്ചാൽ, പ്രണശ്യന്തി മുഴുവനും നശിച്ചു പോകുന്നു, കുലധർമാഃ സനാതനാഃ കുലധർമ്മ കുലത്തിൻ്റെ ധർമ്മങ്ങൾ, സനാതനാഃ
പരമ്പരയായി നിലനിന്നു വന്നിരുന്ന. ധർമ്മേ നഷ്ടേ കുലം കൃത്സ്ന. കൃഷ്ണം കുലം ഉത എന്ന് പറയാം, കുലത്തെ മുഴുവനും. ധർമ്മേ നഷ്ടേ, ധർമ്മം നശിച്ചാൽ. അധർമ്മോഭിഭവത്യുത, അധർമ്മ ദുരാചാരം. അഭിഭവതി ബാധിക്കുന്നു. മുഴുവൻ ശ്ലോകം പറഞ്ഞു കഴിഞ്ഞാൽ, കുലം ക്ഷയിച്ചാൽ പരമ്പരയായി നിലനിന്നു വന്നിരുന്ന കുലത്തിൻ്റെ ധർമ്മങ്ങൾ മുഴുവനും ക്ഷയിച്ചു പോകുന്നു. ധർമ്മം നശിച്ചാൽ കുലത്തെ മുഴുവനും ദുരാചാരം ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. ശ്ലോകം 41. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായത്തെ വർണ്ണസങ്കരഃ. അധർമാഭിഭവാത് കൃഷ്ണ. അധർമാഭിഭവാത്, അധർമ്മം ബാധിക്കുന്നതുകൊണ്ട്. കൃഷ്ണ, ഭഗവാനെ കൃഷ്ണ. പ്രദുഷ്യന്തി കുലസ്ത്രീയഃ, പ്രദുഷ്യന്തി ദുഷിക്കുന്നു. കുലസ്ത്രീയഃ, കുലസ്ത്രീകൾ. സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ, സ്ത്രീഷു സ്ത്രീകൾ. ദുഷ്ടാസു ദോഷപ്പെട്ടാൽ, അതായത് ചാരിത്രമില്ലാത്തവരായി തീർന്നാൽ. വാർഷ്ണേയ വൃഷ്ണിവംശജനായ ഭഗവാനെ. ജായതേ വർണ്ണസങ്കരഃ, ജായതേ ഉണ്ടായിത്തീരുന്നു. വർണ്ണസങ്കരഃ വർണ്ണങ്ങൾ കൂടിക്കലർന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥം: ഭഗവാനെ കൃഷ്ണ, അധർമ്മം ബാധിക്കുന്നതുകൊണ്ട് കുലസ്ത്രീകൾ ദുഷിക്കുന്നു. വൃഷ്ണിവംശജനായ ഭഗവാനെ, സ്ത്രീകൾ ദോഷപ്പെട്ടാൽ വർണ്ണങ്ങൾ കൂടിക്കലർന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിത്തീരുന്നു. ശ്ലോകം 42. സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡാതകക്രിയഃ. സങ്കരോ നരകായൈവ, സങ്കര വർണ്ണമിശ്രത. നരകായ ഏവ, നരകപ്രാപ്തിക്കു തന്നെ കാരണമായി തീരും. കുലഘ്നാനാം കുലസ്യ ച, കുലഘ്നാനാം കുലത്തെ നശിപ്പിച്ചവർക്കും. കുലസ്യ ച കുലത്തിനും. പതന്തി പിതരോ ഹ്യേഷാം, പതന്തിഹി അധപ്പതിക്കുക തന്നെ ചെയ്യും നിശ്ചയം. പിതരോ ഹ്യേഷ്യാം, പിതര പിതൃക്കൾ. ഏഷാം ഇവരുടെ, അതായത് കുലനാശത്തിന് കാരണമായി തീർന്നവരുടെ. ലുപ്തപിണ്ഡോദകക്രിയാഃ, പിണ്ഡങ്ങളും ഉദകക്രിയകളും ലഭിക്കാത്തവരായി. മുഴുവൻ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ, വർണ്ണമിശ്രിത കുലത്തെ നശിപ്പിച്ചവർക്കും കുലത്തിനും നരകപ്രാപ്തിക്കു തന്നെ കാരണമായി തീരും. ഇവരുടെ, അതായത് കുലനാശത്തിനു കാരണഭൂതരായി തീർന്നവരുടെ പിതൃക്കൾ പിണ്ഡങ്ങളും ഉദകക്രിയകളും ലഭിക്കാത്തവരായി അധപ്പതിക്കുക തന്നെ ചെയ്യും നിശ്ചയം ആണ് പറയുന്നത്. ശ്ലോകം 43. ദോഷൈരേതൈഃ കുലഘ്നാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാന്ദ്യത്തെ ജാതിധർമാഃ കുലധർമാശ്ച ശാശ്വതാഃ. ദോഷൈരേതൈഃ, ഏതൈ ഈ, ദോഷൈ ദോഷങ്ങളാൽ. കുലഘ്നാനാം കുലത്തെ നശിപ്പിക്കുന്നവരുടെ. വർണ്ണസങ്കരകാരകൈഃ, വർണ്ണസങ്കരകാരകൈഃ എന്ന വർണ്ണസങ്കരത്തിനു കാരണങ്ങളായ. ഉത്സാദ്യന്തേ ജാതിധർമാഃ, ഉത്സാദ്യന്തേ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കപ്പെടുന്നു. ജാതിധർമാഃ ജാതിധർമ്മങ്ങളെയും.
കുലധർമ്മശ്ച കുലധർമ്മ ച കുലധർമ്മങ്ങളെയും ശാശ്വതാഹ ശാശ്വതങ്ങളായ. മുഴുവൻ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ കുലത്തെ നശിപ്പിക്കുന്നവരുടെ വർണ്ണസങ്കരത്തിനു കാരണങ്ങളായ ഈ ദോഷങ്ങളാൽ ജാതിധർമ്മങ്ങളും ശാശ്വതങ്ങളായ കുലധർമ്മങ്ങളും നശിപ്പിക്കപ്പെടുന്നു. ശ്ലോകം 44. ഉത്സന്നകുലധർമ്മാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യനു ശുശ്രുമ. ഉത്സന്ന കുലധർമ്മാണാം എന്ന് പറഞ്ഞാൽ കുലധർമ്മങ്ങൾ നശിച്ചു പോയ മനുഷ്യാണാം ജനാർദ്ദന മനുഷ്യാണാം മനുഷ്യർക്ക് ജനാർദ്ദന ഭഗവാനെ ജനാർദ്ദന നരകേ നിയതം വാസോ നരകേ നരകത്തിൽ നിയതം എന്നെന്നും വാസോ ഭവതീത്യനു ശുശ്രുമ വാസ ഭവതി ഇതി കഴിയേണ്ടി വരുമെന്ന് അനുശുശ്രുമ ഞങ്ങൾ കേട്ടിരിക്കുന്നു. മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ ജനാർദ്ദന കുലധർമ്മങ്ങൾ നശിച്ചുപോയ മനുഷ്യർക്ക് നരകത്തിൽ എന്നെന്നും കഴിയേണ്ടി വരുമെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു ആണ് പറയുന്നത്. ശ്ലോകം 45. അഹോ ബദ മഹത് പാപം കർത്തും വ്യവസിതാ വയം യദ്രാജസുഖലോഭേന ഹന്തും സ്വജനമുദ്യതാഃ. അഹോ ബദ മഹത് പാപം. അഹോ ബദ കഷ്ടം തന്നെ, മഹത് വലിയ, പാപം പാപത്തെ, കർത്തും വ്യവസിത വയം കർത്തും ചെയ്യുവാൻ, വ്യവസിതാഹ നിശ്ചയിച്ചുവല്ലോ, വയം ഞങ്ങൾ, യദ്രാജ്യ സുഖലോഭേന ഹന്തും സ്വജനമുദ്യത. യത് യത് പറഞ്ഞാൽ യാതൊരു കാരണം കൊണ്ട്, രാജ്യസുഖലോഭേന രാജ്യസുഖാനുഭവത്തിനുള്ള അത്യാശയാൽ, ഹന്തും സ്വജനമുദ്യതാഹ ഹന്തും കൊല്ലുവാൻ, സ്വജനം സ്വജനത്തെ, ഉദ്യതാഹ പുറപ്പെട്ടവരായോ അതിനാൽ. മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കാരണം കൊണ്ട് രാജ്യസുഖാനുഭവത്തിലുള്ള അത്യാശയാൽ ഞങ്ങൾ സ്വജനത്തെ കൊല്ലുവാൻ പുറപ്പെട്ടവരായോ ആ വലിയ പാപത്തെ ചെയ്യുവാൻ നിശ്ചയിച്ചുവല്ലോ, കഷ്ടം തന്നെ എന്നാണ് പറയുന്നത്. ശ്ലോകം 46. യദി മാമ പ്രതീകാരമ അശസ്ത്രം ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്രാരണേ ഹന്യുസ്തന്മേ ക്ഷേമതരം ഭവേത്. യദി മാമ പ്രതീകാരമ അശസ്ത്രം ശസ്ത്രപാണയഃ എന്ന് പറഞ്ഞാൽ തത് അത്, രണേ യുദ്ധത്തിൽ, യദി ഹന്യു കൊല്ലുന്നുവെങ്കിൽ, ശസ്ത്രപാണയഃ ശസ്ത്രപാണയഃ ആയുധധാരികളായ, അശസ്ത്രം ആയുധം വെടിഞ്ഞവനും, അപ്രതീകാരം മാം എതിർത്തു യുദ്ധം ചെയ്യാത്തവരുമായ എന്നെ, തത് അത്, മേ എനിക്ക്, ധാർത്തരാഷ്ട്ര ദുര്യോധനാദികൾ, രണേ യുദ്ധത്തിൽ, ഹന്യുസ്തന്മേ യദി ഹന്യു എന്നാണ്, അപ്പോൾ കൊല്ലുന്നുവെങ്കിൽ, യദി മാമ പ്രതീകാരമശസ്ത്രം ശസ്ത്രപാണയഃ അത് പറഞ്ഞാൽ യദി മാമ പ്രതീകാരമശസ്ത്രം ശസ്ത്രപാണയഃ ശസ്ത്രപാണയഃ എന്ന് പറഞ്ഞാൽ ആയുധധാരികളായ, അശസ്ത്രം ആയുധം വെടിഞ്ഞവനും, അപ്രതീകാരം മാം എതിർത്തു യുദ്ധം ചെയ്യാത്തവനുമായ എന്നെ, യദി ഹന്യു കൊല്ലുന്നുവെങ്കിൽ, തത് അത്, മേ എനിക്ക്, ധാർത്തരാഷ്ട്രാരണേ ഹന്യുസ്തന്മേ ക്ഷേമതരം ഭവേത്. ധാർത്തരാഷ്ട്ര ദുര്യോധനാദികൾ, രണേ യുദ്ധത്തിൽ, ഹന്യുസ്തന്മേ യദി ഹന്യു കൊല്ലുന്നുവെങ്കിൽ, ക്ഷേമതരം ഏറ്റവും
ക്ഷേമകരമായി ഭവേത് ഭവിക്കും. മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ആയുധധാരികളായ ദുര്യോധനാദികൾ ആയുധം വെടിഞ്ഞവനും എതിർത്തു യുദ്ധം ചെയ്യാത്തവനുമായ എന്നെ യുദ്ധത്തിൽ കൊല്ലുന്നുവെങ്കിൽ അത് എനിക്ക് ഏറ്റവും ക്ഷേമകരമായി ഭവിക്കും. ശ്ലോകം 47. സഞ്ജയ ഉവാച. സഞ്ജയൻ പറഞ്ഞു. ഏവമുക്ത്വാർജുന സംഖ്യേ രഥോപസ്ഥ ഉപാവിശത്ത വിസൃജ്യ സശരം പചാപം ശോകസംവിഘ്നമാനസഃ. ഏവമുക്ത്വാർജുന സംഖ്യേ. ഏവം ഇപ്രകാരം. ഉക്ത്വാ പറഞ്ഞിട്ട്. അർജുന അർജുനൻ. സംഖ്യേ യുദ്ധക്കളത്തിൽ. രഥോപസ്ഥ ഉപാവിശത്ത് രഥോപസ്ഥേ തേരിനുള്ളിൽ. ഉപാവിശത്ത് ഇരുന്നു. വിസൃജ്യ സശരം ചാപം വിസൃജ്യ താഴ്ത്തിട്ട്. സശരം ചാപം ശരങ്ങളോട് കൂടിയ വില്ലിനെ, അതായത് വില്ലിനെയും അമ്പിനെയും. ശോകസംവിഘ്ന മാനസഃ ദുഃഖത്താൽ ആവേശിക്കപ്പെട്ട മനസ്സോട് കൂടിയവനായി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൻ യുദ്ധക്കളത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ട് ശരങ്ങളോട് കൂടിയ വില്ലിനെ, അതായത് വില്ലിനെയും അമ്പുകളെയും താഴത്തിട്ട് ദുഃഖത്താൽ ആവേശിക്കപ്പെട്ട മനസ്സോടു കൂടിയവനായി തേരിനുള്ളിൽ ഇരുന്നു എന്നാണ് പറയുന്നത്. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അർജുന വിഷാദയോഗോ നാമ പ്രഥമോധ്യായ സമാപ്തഃ. അർജുന വിഷാദയോഗം എന്ന 1-ാം അധ്യായം കഴിഞ്ഞു.